പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കുള്ള സ്വീകരണ പരിപാടി കുറ്റ്യാടിയിൽ അരങ്ങേറിയപ്പോൾ ഉണ്ടായ വിവാദത്തിന് കാരണക്കാരൻ ഇനി എന്ത് വിശദീകരിച്ചാലും ഷാഫി പറമ്പിൽ എം പി തന്നെയാണ്. കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഷാഫിക്ക് തിരുവനന്തപുരം വരെ ഏത് മണ്ഡലത്തിലും ഏത് വേദിയിലും പ്രസംഗിക്കാം. പിന്നെ എന്തിനാണ് DCC സെക്രട്ടറി കുത്തിന് പിടിച്ചത്? അത് വളരെ മോശമായിപ്പോയി. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തകന്റെ നേരെ കയ്യാങ്കളി. യാത്രയിൽ ജനങ്ങളുടെ തിക്കും തിരക്കമാണെന്നും വിഭാഗീയതയും വർഗീയതയും ഒന്നുമില്ലെന്നുമാണ് ഷാഫിയുടെ പിന്നീടുണ്ടായിരുന്ന മറുപടി. എന്തൊക്കെ വിശദീകരിച്ചാലും കോഴിക്കോട്ടെ യാത്രയിൽ നടന്ന ആ സംഭവം എല്ലാ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്നു. അതിലൊക്കെ ദൃശ്യങ്ങളിൽ ഷാഫിയുടെ ആ ഇടപെടൽ വ്യക്തമാണ്. ഒരു അപേക്ഷയുണ്ട് ഷാഫി അടക്കം സഭാകമ്പമില്ലാത്ത നേതാക്കളോട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇങ്ങനെ സ്വന്തം ചിലവിൽ നാണക്കേട് വാങ്ങി വരുത്തി കൊടുക്കരുത്. വി ഡി സതീശന് മുമ്പായി സംസാരിക്കേണ്ടിയിരുന്നതാണ് ഷാഫി എന്നാണ് വിശദീകരണം. ഷാഫി പറയുന്ന തിക്കും തിരക്കും കാരണം ചിലപ്പോൾ വീടിക്ക് പോലും ചില വേദികളിൽ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടിൽ നേട്ടുന്നു വരും. ഇത് പോലീസുകാർക്കിടന്നുണ്ടാക്കുന്ന കുത്തിത്തിരക്കൊന്നുമല്ല. പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമാണ് അവിടെ തിങ്ങി നിറഞ്ഞിരുന്നത്. അതുകൊണ്ട് മറ്റ് പാർട്ടിക്കാർ വന്ന് അലങ്കോലപ്പെടുത്തി എന്ന് പറയാനാകുമില്ല. കാരണം ഷാഫി ഉണ്ടാക്കിയ ബഹളം അത് എല്ലാവരും അവിടെ കണ്ടതാണ്. യോഗത്തിന് അധ്യക്ഷത വഹിച്ചിരുന്ന DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീശനെ സംസാരിക്കാനായി ഒന്ന് വിളിച്ചുപോയി. ഇതിനിടെ വേദിയിൽ നിന്നും ഷാഫിയെ വിളിക്കാൻ ചിലർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഷാഫിയുടെ അനുകൂലികൾ. അപ്പോൾ ഷാഫിക്ക് താനാണോ പ്രതിപക്ഷ നേതാവാണോ അവിടെ വലുത്? അത് ഷാഫി തന്നെ സ്വയം തീരുമാനിക്കണം. തുടർന്ന് ഷാഫിയെ വിളിക്കാനായി മൈക്കിനടുത്തേക്ക് നീങ്ങിയ പ്രമോദ് കക്കാട്ടിലിനെ ഷാഫി ഫിസിക്കലി തടയുകയായിരുന്നു. വിളിച്ചു കഴിഞ്ഞിട്ടാണോ തന്നെ വിളിക്കുന്നതെന്ന് ഷാഫി ചോദിച്ചു. തുടർന്ന് വേദിയിൽ തർക്കമുണ്ടാകുകയായിരുന്നു. അതും പ്രതിപക്ഷ നേതാവിന്റെ മറ്റു നേതാക്കളുടെ മുന്നിൽ വെച്ച്. ഒന്നിനും പ്രതിപക്ഷ നേതാവ് ഇടപെട്ടില്ല. കാരണം അത് അണികൾ തന്നെ തീർത്തോട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. സതീശൻ തന്നെ തുടർന്ന് സംസാരിക്കുകയും ചെയ്തു. വി ഡി സതീശന്റെ പ്രസംഗത്തിന് ശേഷം പ്രമോദ് കക്കട്ടിൽ ഷാഫിയെ സംസാരിക്കാനായി വിളിച്ചു. താൻ ഇനി കൂടുതൽ പ്രസംഗിക്കുന്നില്ലെന്ന് ഷാഫിയുടെ മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, 100-ൽ കൂടുതൽ എണ്ണുമ്പോൾ കുറ്റിയാടിയും എണ്ണിക്കൊള്ളുമെന്നാണ്. ഇതാണ് പ്രശ്നം. ഷാഫിയുടെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷേ ഷാഫിക്ക് കുറെ അനുയായികളുണ്ട്. അവരെ നിലയ്ക്ക് നിർത്താനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കേണ്ടത്. കാരണം അവർ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ സംസാരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ കിടന്ന് വൈകാരികമായി പ്രതികരിക്കേണ്ടവനല്ല കോൺഗ്രസിന്റെ ഒരു MP ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഇനിയെങ്കിലും വേദി മറന്ന് തലയിൽ എണ്ണ തേക്കരുതെന്ന് പറയാം. വേദിയിൽ യാതൊരു പരിഭവം പറച്ചിലും ഉണ്ടായിട്ടില്ല എന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പിന്നീട് പ്രതികരിച്ചത്. സ്വീകരണ സമ്മേളനം വൈകി, അപ്പോൾ ഇനി തന്നെ പ്രസംഗിക്കാൻ വിളിക്കേണ്ടെന്ന് ഷാഫി തന്നെ പറഞ്ഞാണെന്നും പ്രവീൺകുമാർ വിശദീകരിക്കുന്നു. അപ്പോൾ ഷാഫി നേരത്തെ പറഞ്ഞിരുന്നതാണ് താമസിച്ചു പോയെങ്കിൽ തന്നെ വിളിക്കേണ്ട. ഒരു അപേക്ഷയുണ്ട് ഷാഫി അടക്കം മറ്റു നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇങ്ങനെ സ്വന്തം ചിലവിൽ നാണക്കേട് വരുത്തി കൊടുക്കരുത്.